friends, welcome to CBSE classroom. നമ്മുടെ ഇന്നത്തെ ക്ലാസ് CBSE 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഫിസിക്സ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഇലക്ട്രിസിറ്റി സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു, മീൻസ് പിന്നീട് ചെയ്യാമെന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്, നിങ്ങളുടെ ബോർഡ് എക്സാമിനോടൊക്കെ അടുത്ത് ചെയ്യാമെന്ന്. പക്ഷെ പല കുട്ടികളും ഇലക്ട്രിസിറ്റി ചാപ്റ്റർ ക്ലാസ് വേണം എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ചാപ്റ്റർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വെറുതെ ഈ ഒരു ചാപ്റ്റർ പറഞ്ഞു പോകുമല്ല, നമ്മുടെ ആവശ്യം ഞാൻ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന വെറുതെ എഴുതിയിരിക്കുന്നതല്ല, ഫിസിക്സിൽ ടോട്ടൽ എത്ര മാർക്കാണോ അതിന്റെ 95% ഓർ എബവ്, അതായത് ഫിസിക്സ് സബ്ജക്റ്റ് A+, അതാണ് നമ്മുടെ എയിം. ആ ഒരു രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്ത് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുകയാണ്. ഓക്കെ, ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെൽ ഷേപ്പിൽ ഒരു ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, നിങ്ങൾ മാത്രം ക്ലാസ് കേട്ടാൽ പോരാ, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ നമുക്ക് കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ. വെറുതെ കുറെ കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ബോർഡ് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, ആൻസർ ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, ആ പോയിന്റ്സിനെ ഫോക്കസ് ചെയ്തായിരിക്കും നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഇലക്ട്രിസിറ്റി? അത് അറിഞ്ഞിരിക്കണമല്ലോ. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. അതിന്റെ പ്രത്യേകത എന്താ? വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള, കൺട്രോളബിൾ ആയിട്ടുള്ള ഫോം ഓഫ് എനർജിയാണ്. ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ എവറിഡേ ലൈഫിൽ, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു ലൈഫ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലെ. പണ്ട് കാലത്താണെങ്കിൽ നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ കാലത്താണെങ്കിൽ പല വീടുകളിലും ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർ ആ ഒരു ജീവിത രീതിയോട് പൊരുത്തപ്പെട്ടതായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചും ഒരു ദിവസം നമ്മളുടെ സ്കൂളിലോ ഓഫീസിലോ നമ്മളുടെ വീട്ടിലോ ഒരു ദിവസം കറന്റ് ഇല്ലാതെ ആയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിരിക്കുകയാണ്. അപ്പോൾ അതായത് നമ്മുടെ ലൈഫിൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണ്ടേ, എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എന്തെല്ലാമാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കണമല്ലോ. അപ്പൊ ഇലക്ട്രിസിറ്റി എന്താണ്? ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി, എ വെരി കൺവീനിയന്റ് ആൻഡ് കൺട്രോളബിൾ ഫോം ഓഫ് എനർജി. ഇനി എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്? അതായത് ഇപ്പൊ ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യാൻ അലൗ ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കണ്ടക്ടർ അല്ലെ. ഇലക്ട്രിസിറ്റിനെ നന്നായിട്ട് പാസ് ചെയ്യാൻ അനുവദിക്കുന്ന മെറ്റീരിയൽസിനെ നമ്മൾ എന്തെന്ന് പറയും? ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയും. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ചാർജ്? നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജിനെ നമ്മൾ എന്താ പറയാ? നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസിനെ നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറയും അല്ലെ. അപ്പൊ നെഗറ്റീവ് ചാർജഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടാകുമ്പോഴാണ് ഒരു ഇലക്ട്രിക് കറന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഒരു കണ്ടക്ടറിൽ കൂടെ, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസിന്റെ, അതായത് നെഗറ്റീവ് ചാർജിന്റെ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രിക് ചാർജ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് എന്താ? ഇലക്ട്രിക് കറന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ടോർച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും മൊബൈൽ ഫോണിൽ ടോർച്ച് ഉള്ള കാരണം ഈ കയ്യിൽ പിടിക്കുന്ന ടോർച്ചിന്റെ യൂസ് ഇപ്പോഴത്തെ ജനറേഷന് കുറവായിരിക്കും. പക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ കാണും. അതായത് ഇങ്ങനെ ടോർച്ച്, അതെങ്ങനെയാ? നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ ടോർച്ച് കത്തുന്നു. ഈ ടോർച്ച് എങ്ങനെയാ കത്തുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്? അതായത് ഇപ്പോ ടോർച്ചൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അതിന്റെ ഉള്ളിലെ പാർട്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, കേടായ ടോർച്ചൊക്കെ ഉണ്ടെങ്കിൽ കാണാം. അതായത് സെല്ലുകൾ കാണും, ഈ ടോർച്ചിന്റെ സെല്ല് കാണും. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് കേട്ടോ ബാറ്ററി എന്ന് പറയുന്നത്. അതായത് ഒരു സെല്ലോ കൂടുതൽ സെല്ലുകളോ ജോയിൻ ചെയ്യുമ്പോഴാണ് എന്ത്? ബാറ്ററി ഉണ്ടാകുന്നത്, വൺ ഓർ മോർ സെൽസ്. അപ്പോൾ സെൽ എന്ന് പറയുന്നത് അവിടെ ഇലക്ട്രിക് കറന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ടോർച്ച് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കത്തുന്നുണ്ട്. കത്തുന്നത് എന്തുകൊണ്ടാ? അതായത് ടോർച്ചിന്റെ ഉള്ളിൽ സെല്ലുണ്ട്. ഈ സെല്ല് ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിക് കറന്റ് ബൾബിൽ എത്തുമ്പോഴാണ്, ഈ ടോർച്ചിന്റെ ഉള്ളിൽ ഒരു ബൾബ് ഉണ്ടാവും, ആ ബൾബിൽ എത്തുമ്പോൾ ബൾബ് എന്ത് പറ്റും? ബൾബ് ഗ്ലോ ചെയ്യും. ഈ ബൾബ് ഗ്ലോ ചെയ്യുന്ന ലൈറ്റ് ആണ് ടോർച്ചിന്റെ പുറത്തേക്ക് നമുക്ക് ലൈറ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓഫ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു ടോർച്ച് ഗ്ലോ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ അതിന്റെ ഒരു സ്വിച്ച് കാണുമല്ലേ? ടോർച്ചിന് ഉറപ്പായിട്ടും ഒരു സ്വിച്ച് കാണും. ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രമാണ് ലൈറ്റ് വരുന്നത്. അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഇവിടെ സ്വിച്ച് എന്താ ചെയ്യുന്നത്?
അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അതുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്തിട്ടത്. വാട്ട് ഡസ് എ സ്വിച്ച് ഡു? അത് എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യനോ 2 മാർക്ക് ക്വസ്റ്റ്യനോ ഒക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് എ സ്വിച്ച് ഡു? നമ്മൾ ഈ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു സ്വിച്ച് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ടോർച്ചിന്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വിച്ച് ആണ് നമ്മുടെ സെല്ലിന്റെ, ഇവിടെ ടോർച്ചിന്റെ ഉള്ളിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? സെല്ല്. ഈ സെല്ലിലുള്ള കറണ്ട് ബൾബിൽ എത്തുമ്പോഴാണല്ലോ ഗ്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ സെല്ലും ബൾബും തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് സ്വിച്ച്. അതായത് ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രമേ ഈ സെല്ല് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ആ കറണ്ട് ബൾബിൽ എത്തുന്നുള്ളൂ. അവര് തമ്മില് സെല്ല് വെറുതെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ, ആ കറണ്ട് ഫ്ലോ ചെയ്ത് ബൾബിൽ എത്തണം, എങ്കിൽ മാത്രമേ ബൾബ് ഗ്ലോ ചെയ്യുള്ളൂ. ബൾബ് ഗ്ലോ ചെയ്താൽ മാത്രമേ നമുക്ക് ടോർച്ച് അടിക്കുമ്പോൾ ഈ ലൈറ്റ് കാണുള്ളൂ. അപ്പോ ബൾബും അതുപോലെ തന്നെ സെല്ലും തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് എന്ത്? സ്വിച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോ എ സ്വിച്ച് മേക്സ് എ കണ്ടക്ടിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ സെൽ ആൻഡ് ദ ബൾബ്. ഓക്കെ, ഇനി എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന അനദർ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഇലക്ട്രിക് സർക്യൂട്ട്. 1 മാർക്ക് ക്വസ്റ്റ്യനോ 2 മാർക്ക് ക്വസ്റ്റ്യനോ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ലെസൺ പഠിച്ചു പോകുമ്പോൾ തന്നെ ഓരോ പോർഷനിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയാലും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയാലും എസ്എ ക്വസ്റ്റ്യൻ, അതായത് ലോങ് ആൻസർ ടൈപ്പ് ആയാലും ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ പഠിച്ചു പോകണം. എപ്പോഴും ആൻസർ എഴുതുമ്പോൾ ഒരു പാരഗ്രാഫ് പോലെ എഴുതി വെക്കരുത്. കാരണം നമ്മൾ എഴുതുന്ന ആൻസർ മുഴുവൻ വായിച്ചു നോക്കാനുള്ള ക്ഷമ ഒരുപക്ഷെ ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അയാളെ കൊണ്ട് മുഴുവൻ വായിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത്ര ഇംപ്രസീവ് ആയിട്ട് എഴുതണം. ഇംപ്രസീവ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഹാൻഡ് റൈറ്റിംഗിന്റെ ഭംഗിയല്ല, പോയിന്റ്സ് ആയിട്ട് എഴുതുക, നല്ല നീറ്റ് ആയിട്ട്. അതായത് നീറ്റ് പ്രസന്റേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒറ്റയടിക്ക് ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാതെ നമുക്കറിയാവുന്ന പോയിന്റ്സ് എല്ലാം ഇതുപോലെ പോയിന്റ്സ് ആയിട്ട് എഴുതുക. എന്നിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ ഈ അണ്ടർലൈൻ ചെയ്ത ആ ഒരു ഏരിയക്ക് മാത്രമെങ്കിലും എക്സാമിനർ എന്തായാലും വായിച്ചു നോക്കും. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിലെല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആൾക്ക് മനസ്സിലാവും നമ്മളുടെ ആൻസറിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന്. അവിടെ ഫുൾ മാർക്ക് വീഴും. ഓക്കെ, നിങ്ങൾ ഇതേ കാര്യം പോയിന്റ് ആയിട്ട് എഴുതുന്ന കാര്യം പാരഗ്രാഫ് ആയിട്ട് എഴുതിയാൽ, എന്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പോയിന്റ് വൈസ് എഴുതുന്ന കാര്യങ്ങൾ പാരഗ്രാഫ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ മേ ബി അതിലെല്ലാം കാര്യങ്ങളും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഫുൾ മാർക്ക് വീഴണമെന്നില്ല. 3 മാർക്കിന്റെ ക്വസ്റ്റിന് 2.5 ഇട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ എയിം എപ്പോഴും ഫുൾ മാർക്കാണ്. സോ എക്സ്പ്രസ് ഇറ്റ് ഇൻ ദ പോയിന്റ്സ്. ഓക്കെ, അപ്പോ ഡിഫൈൻ ഇലക്ട്രിക് സർക്യൂട്ട് അഗൈൻ അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതായത് ഒരു കണ്ടിന്യൂസ് ആൻഡ് ക്ലോസ്ഡ് പാത്ത് ഓഫ് ഇലക്ട്രിക് കറന്റ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, സെല്ല് ഇപ്പൊ ടോർച്ചിന്റെ ഉള്ളിലാണെങ്കിൽ സെല്ല് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കറന്റ് ബൾബിൽ എത്തുമ്പോഴാണല്ലോ ബൾബ് ഗ്ലോ ചെയ്യുന്നത്. ഈ സെല്ല് മുതൽ ബൾബ് വരെ ഇത് പാസ് ചെയ്ത് പോകുന്ന നമ്മളുടെ ഈ ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്ത് പോകുന്ന ആ ഒരു പാത്തില്ലേ, ആ പാത്താണ് ഇലക്ട്രിക് സർക്യൂട്ട്. ക്ലോസ്ഡ് പാത്ത് ആയിരിക്കണം, കണ്ടിന്യൂസ് പാത്ത് ആയിരിക്കണം. ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും വെച്ച് ഈ സർക്യൂട്ട് ബ്രേക്ക് ചെയ്ത് എന്ത് പറ്റും? നമ്മൾ പലപ്പോഴും വീഡിയോയിലൊക്കെ കേട്ട് എന്നതാണ് അല്ലെ, കറന്റ് ഒക്കെ പോയി എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വന്ന് ഇലക്ട്രീഷ്യൻ വന്ന് നോക്കുമ്പോൾ സർക്യൂട്ട് ബ്രേക്ക് ആയാണ്, ഫ്യൂസ് അടിച്ചു പോയാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പാത്ത് ആയിരിക്കണം, അല്ലെങ്കിൽ ക്ലോസ്ഡ് പാത്ത് ആയിരിക്കണം. എവിടെങ്കിലും സർക്യൂട്ട് ബ്രേക്ക് ആയാൽ എന്ത് ചെയ്യും? അവിടെ കറന്റിന്റെ ഫ്ലോ നിൽക്കും. ഇപ്പൊ ടോർച്ചിന്റെ കേസിലാണെങ്കിൽ ഈ സർക്യൂട്ട് ബ്രേക്ക് ആയാൽ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറന്റ് ബൾബിൽ എത്തില്ല. അപ്പൊ എന്ത് പറ്റും? ബൾബ് ഗ്ലോ ചെയ്യില്ല. Another important question, how do we express electric current? Okay, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് കറന്റിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലൂടെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നു, ഇലക്ട്രിക് ചാർജസ് എത്ര ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിനെയാണ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അതായത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൂടെ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടോ അതാണ് ആ ഒരു ഏരിയയിലെ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഈ ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുന്നതിനെയാണ്, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൂടെ പെർട്ടിക്കുലർ ടൈമിൽ ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുന്നതിനെയാണ് ഇലക്ട്രിക് കറന്റ് എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രിക് ചാർജിൽ എന്താണുള്ളത്? ഇലക്ട്രോൺസ് ആണുള്ളത്. ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് ആക്ച്വലി ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അപ്പോ ജസ്റ്റ് ഇലക്ട്രിക് കറന്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് മാത്രം മതി. എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ എ പെർട്ടിക്കുലർ ഏരിയ ഇൻ പെർട്ടിക്കുലർ യൂണിറ്റ് ടൈം. പക്ഷെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ 2 പോയിന്റ്സും കൂടെ ആഡ് ചെയ്യണം. അതായത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്, അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൂടെ
പെർട്ടിക്കുലർ യൂണിറ്റ് ടൈമിൽ ഫ്ലോ ചെയ്യുന്ന കറന്റ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിന് ഒന്നുകൂടി വേറെ ടേംസിൽ പറയുന്നതാണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇനി ഇലക്ട്രിക് ചാർജസിൽ എന്താണ് ഉള്ളത്? ഇലക്ട്രോൺസ്. ഇത്രയും കൂടി പറയണം. ഈ 3 മാർക്ക് ക്വസ്റ്റ്യനോ എബവ്, അതായത് എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതിൽ കുറേ കൂടെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് പറയാം. അപ്പൊ നമുക്ക് ബാക്കി പോയിന്റ്സും കൂടി നോക്കാം. ഞാൻ പറഞ്ഞു ഇലക്ട്രിക് കറന്റ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാന്ന്. ജസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റിനോ 2 മാർക്ക് ക്വസ്റ്റിനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൂടെ പെർട്ടിക്കുലർ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നുള്ളതാണ്. ഈ ഫ്ലോ ചെയ്യുന്നതിൽ എന്താണുള്ളത്? ഇലക്ട്രോൺസ് ആണുള്ളത്. ഇത്രയും പറഞ്ഞാൽ മതി. ഇനി ലോങ് ആൻസർ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് കറന്റിന്റെ ഡിറക്ഷൻ കൂടി സ്പെസിഫൈ ചെയ്യണം. ഇലക്ട്രിക് കറന്റിന്റെ ഡിറക്ഷൻ പണ്ട് മുതലേ എടുക്കുന്ന ഒരു രീതി, കൺവെൻഷനലി നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇലക്ട്രിക് ചാർജസ് ഫ്ലോ ചെയ്യുന്ന ഡിറക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കും. ഓക്കെ, റൈറ്റ് സൈഡിലോട്ടാണ് ഇലക്ട്രിക് ചാർജസ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കി എടുക്കും കറന്റിന്റെ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എപ്പോഴും കറന്റിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് ഫ്ലോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ എടുക്കും. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണത്. ഇനി ഒരു കണ്ടക്ടറിലൂടെ ടി ടൈമിൽ എത്ര ടൈമാണ് എന്നുള്ളത് നമുക്ക് ടി എന്ന് എടുക്കാം. ടി ടൈമിൽ ക്യൂ ചാർജസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന മൊത്തം ചാർജിനെ, നെറ്റ് ചാർജിനെയാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്നത്. എപ്പോഴും ഈ സിമ്പിൾസ് പഠിക്കണം കേട്ടോ. ചാർജിനെ നമ്മൾ ക്യൂ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ചാർജ് എന്ന് പറയുന്നത് ക്യൂ. അതുപോലെ കറന്റിനെ ഐ വെച്ചാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, കറന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഐ വെച്ചിട്ടാണ്, ടൈമിനെ ടി വെച്ചിട്ട്. ഓക്കെ, അപ്പോ ടി സെക്കൻഡ്സിൽ എത്രയോ സെക്കൻഡ്സ്, അതാണ് ടി എന്ന് എടുക്കുകയാണ് നമ്മൾ ടൈം. ഈ ടി എന്ന് പറയുന്ന ടൈമില് ക്യൂ ചാർജ്, ഇത്രയും ചാർജ് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ്, അതായത് ഐ, നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ചാർജ് പെർ ടൈം, അതായത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. അതാണല്ലോ ക്യൂ ബൈ ടി എന്ന് പറഞ്ഞത്. അപ്പൊ കറന്റിന്റെ സിമ്പിൾ ആണ് ഐ. കറന്റിന്റെ ഇക്വേഷൻ എന്താ? ചാർജ് ബൈ ടൈം. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അപ്പൊ ഇതിനിങ്ങനെ എഴുതിക്കൂടെ? ക്യൂവിനെ മാത്രം ഈ സൈഡിൽ നിർത്തുകയാണെങ്കിൽ ടി അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ എന്താവും? ഐ ടി അല്ലെ? അപ്പോ ഐ ടി ഈക്വൽ ടു ക്യൂ. തിരിച്ചെഴുതുകയാണെങ്കിൽ ക്യൂ ഈക്വൽ ടു ഐ ടി അല്ലെ? ക്യൂ ഈക്വൽ ടു ഐ ടി. ഇത് ഓർത്തു വെക്കാൻ ഒരു ചെറിയൊരു കോഡാണ്, ക്വിറ്റ് ഇന്ത്യ. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഓർത്തു വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ക്വിറ്റ് ഇന്ത്യ. ഇതിൽ നോക്കിയേ, ക്വിറ്റ് എന്ന് പറയുമ്പോ എന്താ? ഈ ക്വിറ്റിലെ യു നമ്മൾ നോക്കണ്ട, സ്പെല്ലിംഗ് അല്ലാതെ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയേ, ക്യൂ ഐ ടി എന്ന്. ക്വിറ്റ് ഇന്ത്യ അല്ലെ? ക്യൂ യു ഐ ടിക്ക് പകരം ജസ്റ്റ് ക്യൂ ഐ ടി എന്ന് എഴുതി നോക്കിയേ. ഇവിടെ ഒരു ഈക്വൽ ടു ഇട്ടാ പോരെ, ക്യൂ ഈക്വൽ ടു ഐ ടി. ഇതിൽ നിന്ന് ക്വിറ്റ് ഇന്ത്യ അല്ലെ, ക്വിറ്റ് ഓർ ദ ക്യൂ ഐ ടി. അപ്പൊ ക്യൂ ഐ ടിയിൽ ഇവിടെ ഒരു ഈക്വൽ ടു ഇട്ട് കൊടുത്താൽ ക്യൂ ഈക്വൽ ടു ഐ ടി എന്ന് കിട്ടി. ക്യൂ ഈക്വൽ ടു ഐ ടി നിന്ന് നമുക്ക് 3 ഇക്വേഷൻ എഴുതിക്കൂടെ? ഒന്നത് ക്യൂ ഈക്വൽ ടു ഐ ടി. ഇനി ഐനെ മാത്രം ഇവിടെ ഒറ്റക്ക് നിർത്തിയിട്ട് ടി അങ്ങോട്ട് കൊണ്ടായാലോ? ക്യൂ ബൈ ടി. ഇനി ടിയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ടീനെ മാത്രം ഇവിടെ ഒറ്റക്ക് നിർത്തുകയാണെങ്കിൽ ക്യൂ ബൈ ഐ അല്ലെ? അപ്പോ ഒരു ഇക്വേഷൻ പഠിച്ചാൽ ഇതിൽ നിന്ന് 3 എഴുതാം. അപ്പൊ ക്വിറ്റ് ഇന്ത്യ എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ ക്വിറ്റ്, ക്യൂ യു ഐ ടി എന്നുള്ളതിന് ക്യൂ ഐ ടി മതി, ക്വിറ്റ് എന്നുള്ളത് ഓർത്തു വെക്കാം. അപ്പൊ ക്യൂ ഐ ടി, ക്യൂ ഈക്വൽ ടു ഐ ടി. അതിൽ നിന്ന് ക്യൂയുടെ ഇക്വേഷൻ, ചാർജിന്റെ ഇക്വേഷൻ കിട്ടി, ചാർജ് ക്യൂ ഈക്വൽ ടു ഐ ടി. പിന്നെ ബാക്കി 3 ഇതിൽ നിന്ന് എഴുതാലോ. ഇനി നമുക്ക് ചാർജിന്റെയും കറന്റിന്റെയും ഒക്കെ യൂണിറ്റ് നോക്കാം. ഫിസിക്സിൽ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും അതിന്റെ യൂണിറ്റും കൂടി പഠിക്കുക. കാരണം നമുക്കിപ്പോ ഒരു പ്രോബ്ലം വന്നു, നമ്മൾ ആ പ്രോബ്ലം ഫുള്ള് സോൾവ് ചെയ്ത് ഇപ്പൊ ഫൈനൽ ആൻസർ നമുക്ക് 5 മീറ്റർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 5 എന്ന് എഴുതി നമ്മൾ എല്ലാ സ്റ്റെപ്പും ചെയ്ത് ഫൈനൽ ആൻസർ 5 എന്ന് എഴുതി താഴെ 2 വരയും വരച്ചാ അവിടെ ഫുൾ മാർക്ക് കിട്ടില്ല, ഹാഫ് മാർക്ക് പോകും. എന്തുകൊണ്ടാണെന്നറിയോ? യൂണിറ്റ് എഴുതില്ല. 5 മീറ്ററിന് പകരം 5 എഴുതി അവിടെ ഫുൾ മാർക്ക് കിട്ടില്ല. ഫിസിക്സിൽ അങ്ങനെയാണ്. അതായത് യൂണിറ്റ് വേണം. എന്തൊരു കാര്യം എഴുതുമ്പോഴും അതിന്റെ യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യണം. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇലക്ട്രിക് ചാർജ് ക്യൂന്റെ യൂണിറ്റ് കൊളുംബാണ്. ചിലര് കൊളും എന്ന് പറയും, ചിലര് കുളം എന്ന് പറയും. ഓക്കെ, 2 പ്രൊനൗൺസിയേഷൻ ആണ്. ഓക്കെ, ഞാൻ കൊളുംതാണ് യൂസ് ചെയ്യാറ്. അപ്പോ ഇലക്ട്രിക് ചാർജിന്റെ എസ് ഐ യൂണിറ്റ് പഠിച്ചു വെക്കണം. കാരണം നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് ഉള്ളതല്ലേ 1 മാർക്കിന് ഇങ്ങനെ ഓപ്ഷൻ തന്നിട്ട്. അപ്പൊ അതിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇലക്ട്രിക് ചാർജിന്റെ എസ് ഐ യൂണിറ്റ് ഓപ്ഷനിൽ കൊളുംബ് ഉണ്ടാവും, ആംപിയർ ഉണ്ടാവും, മറ്റു യൂണിറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ചാർജിന്റെ എസ് ഐ യൂണിറ്റ് എത്രയാ? കൊളുംബാണ്. ഓക്കെ, എസ് ഐ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ കൊളുംബാണ്. സി എന്ന് പറയുന്ന ലെറ്റർ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പോ ഒരു കൊളുംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ
6 into 10 raised to 8 ഇലക്ട്രോൺസിന്റെ ചാർജ്, ഇത്രയും ഇലക്ട്രോൺ 6 into 10 raised to 8 ഇലക്ട്രോൺസ്, ഇത്രയും ഇലക്ട്രോൺസിന്റെ ചാർജ് ഉണ്ടാവും. അപ്പൊ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണെന്നറിയോ? ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് ആണല്ലോ, നെഗറ്റീവ് 1.6 into 10 raised to -19. ഒരു ഇലക്ട്രോണിൽ ഇത്രയും ചാർജ് ഉണ്ടാവും. അങ്ങനത്തെ 6 into 10 raised to 8 ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ടാവും ഒരു കൊളുമ്പിൽ. ഓക്കെ, ഒരു കൊളുമ്പിൽ ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിൽ ഓരോ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? -1.6 into 10 raised to -19. ഈ വാല്യൂസും പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ കറന്റിന്റെ SI യൂണിറ്റ് എന്താ? ആംപിയർ. ആംപിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ നെയിം ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പേരിനോട് ബഹുമാനാർത്ഥമാണ് ഈ ഒരു ആംപിയർ എന്നുള്ള യൂണിറ്റ് ഇട്ടത്. അപ്പോ SI യൂണിറ്റ് ഓഫ് കറന്റ് എന്താണ്? ആംപിയർ. ക്യാപിറ്റൽ ലെറ്റർ A വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാം. അപ്പോ നമുക്കറിയാലോ I is equal to Q/T ആണ്. ഇതിനെല്ലാം യൂണിറ്റ് വെച്ച് എഴുതുകയാണെങ്കിലോ കറന്റിന്റെ യൂണിറ്റ് എന്താ? ആംപിയർ. ഈക്വൽ ടു ചാർജിന്റെ യൂണിറ്റ് എന്താ? കൊളും. ബൈ ടൈമിന്റെ SI യൂണിറ്റ് എന്താ? സെക്കൻഡ്സ്. അതായത് 1 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം 1 കൊളും പെർ 1 സെക്കൻഡ് എന്നാണ്. ഒരു സെക്കൻഡിലൂടെ ഒരു കൊളും ചാർജ് ഫ്ലോ ചെയ്യുമ്പോഴാണ് 1 ആംപിയർ കറന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, 1 ആംപിയർ ഇസ് ഈക്വൽ ടു 1 കൊളും ബൈ 1 സെക്കൻഡ്. കറന്റിന്റെ SI യൂണിറ്റ് ആംപിയർ ആണെങ്കിലും കറന്റ് വളരെ സ്മോൾ എമൗണ്ട് ഓഫ് കറന്റിനെയൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ മില്ലി ആംപിയറിലാണ് മെഷർ ചെയ്യുക. മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. അതായത് 1 ആംപിയറിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 1 ആംപിയർ കറന്റിനെ 1000 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലൊരു പാർട്ടാണ് മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 1/1000 ആംപിയർ. 1/1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം 1/10 ക്യൂബ് അല്ലെ? 1000നെ 10 ക്യൂബ് എന്ന് എഴുതിക്കൂടെ? 1/10 ക്യൂബിന് എങ്ങനെ എഴുതാം? 10 raised to -3 ആംപിയർ. അപ്പോ 1 മില്ലി ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം 10 raised to -3 ആംപിയർ. ഇങ്ങനെ എഴുതിയാലും മതി. 1 മില്ലി ആംപിയർ ഈക്വൽ ടു 1/1000 ആംപിയർ. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഫോമിൽ ഞാൻ ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പോ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് കറന്റ് മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? മില്ലി ആംപിയർ. 1 മില്ലി ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം 1/1000 ആംപിയർ ആണ്. ഇനി ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ കറന്റ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എമ്മീറ്റർ. ഓക്കെ, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ കറന്റ് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? എമ്മീറ്റർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്ത് എക്സാമിന് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ഞാനിവിടെ പറഞ്ഞത്. എല്ലാ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. അപ്പോൾ നല്ലപോലെ പഠിക്കുക, ലെക്ചർ നോട്ട്സ് എഴുതുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. ബൈ.